ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസം പ്രചരിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് നമ്മൾക്ക് കർത്താവ് ദാനമായി തന്നിട്ടുള്ള വിശ്വാസം ഏറ്റുപറയുക, മറ്റുള്ളവരോടത് പറയുക എന്നുള്ളത്. വിശ്വാസം പറയാതിരിക്കുന്നത് ദൈവം നമ്മെ നിഷേധിക്കുന്നതിന് തുല്യമായ ഒരു വലിയ ക്രോധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വലിച്ചഴയ്ക്കും. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 38-ാം തിരുലിഖിതം, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ സകല മാലാഖമാരോടൊത്ത് വരുമ്പോൾ ലജ്ജിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനും നിങ്ങൾ വഴിപിഴക്കരുത്. കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ അനുഗ്രഹത്തിൻ്റെ ഒരു ദൂതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയ വിശ്വാസവും നമുക്ക് കിട്ടിയ ദൈവികമായ ബോധ്യങ്ങളും മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ ദൈവജനം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക സംഗതിയുണ്ട്. മറ്റൊരാൾ സാക്ഷ്യം പറഞ്ഞ് ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന കാര്യം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഇവരുടെ മേൽ വിശ്വാസകൃപ വർഷിക്കപ്പെട്ടത്. ഇവർക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയത്, ഇവർക്ക് ദേവാലയത്തിലേക്ക് പോകണം എന്ന് തോന്നിയത്, ഇവർക്ക് ധ്യാനം കൂടണം എന്ന് തോന്നിയത്, യേശുവിൻ്റെ നാമം വിളിക്കണം എന്ന് തോന്നിയത്, കുമ്പസാരിക്കണം എന്ന് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് സഭ തൻ്റെ മക്കളെ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 1816 ഖണ്ഡികയിലാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവവചനപ്രകാരമുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വഴി സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അവനവൻ്റെ വഴിയെല്ലാം ക്ലിയറാക്കി അവനവൻ്റെ തിന്മയെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദേവാലയത്തിലേക്ക് പോയി അങ്ങനെ ദൈവഭക്തിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ മതി, അത് മതി സ്വർഗത്തിൽ പോകാൻ എന്നാണ് ചിന്തിക്കുന്നത്. യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പ്രചരിപ്പിക്കാത്തവരെ, ഇത് ഏറ്റുപറയാത്തവരെ മനുഷ്യപുത്രൻ തൻ്റെ സർവ്വ മഹത്വത്തോടും കൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ സർവ്വ മാലാഖമാരോടും കൂടെ വരുമ്പോൾ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ ലജ്ജിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് പ്രചരിപ്പിക്കുക കൂടി ചെയ്യണം. വീണ്ടും പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് കിട്ടിയ വിശ്വാസം മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവർ 10 പേര് കൂടുമ്പോൾ, കുടുംബാംഗങ്ങൾ കൂടുമ്പോൾ, കല്യാണ വീട്ടിൽ ആളുകൾ സമ്മേളിക്കുമ്പോൾ, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, വാഹനങ്ങൾ ഇരിക്കുമ്പോൾ, മക്കൾ വരുമ്പോൾ, നമ്മുടെ അരികിലേക്ക് ദൈവം തൻ്റെ ജനത്തെ അയക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിനക്ക് കിട്ടിയ ബോധ്യങ്ങൾ, നിനക്ക് കിട്ടിയ വചനങ്ങൾ, നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകങ്ങൾ, ഇതെല്ലാം നീ പറയണം, സാക്ഷ്യപ്പെടുത്തണം, വെളിപ്പെടുത്തണം, വിവരിക്കണം.
ഇത് നിന്റെ ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു സംഗതി എന്നാണ് 1816 ഖണ്ഡികയിൽ തിരുസഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലെ തിരുവചനവും സഭ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു അനുഭവം തന്നു, ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്തു, ദൈവം നിങ്ങൾക്കൊരു വചനം തന്നു, ദൈവം നിങ്ങൾക്ക് സ്വർഗരാജ്യ ബോധ്യം തന്നു. അത് രഹസ്യത്തിൽ വെക്കരുത്. വേഗം 10 പേരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കണം. വിശ്വാസം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് സൂക്ഷിച്ചു വെക്കരുത്, അത് പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. കൊന്തയെ കുറിച്ച് അനുഭവം കിട്ടിയാൽ അത് പ്രചരിപ്പിക്കണം. ധ്യാനം കൂടുമ്പോൾ അനുഭവം കിട്ടിയാൽ അത് പ്രചരിപ്പിക്കണം. വിശ്വാസം അത് രഹസ്യമായി വെക്കരുത്, അത് പ്രചരിപ്പിക്കണം, അത് പ്രസംഗിക്കപ്പെടണം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇതാ അപ്പോസ്തലരിലുള്ള പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു നിർദ്ദേശം ശിഷ്യ സമൂഹത്തിന് നൽകുകയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു, വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക, പറയുക, പ്രചരിപ്പിക്കുക. വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചൊരു ദൗത്യമാണത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് ഉത്ബോധനങ്ങൾ ലഭിക്കുന്നുണ്ട്. 900-ാം ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമോദീസയിലൂടെയും സൈരലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്നോ പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. ഹല്ലേലൂയ. ഒറ്റയ്ക്കോ കൂട്ടമായോ സംഘങ്ങളായോ ചേർന്ന് വിശ്വാസം പ്രഘോഷിക്കാൻ, യേശുവിനെ പ്രഘോഷിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാൻ ഓരോ വിശ്വാസിക്കും കടമയുണ്ട്, അവകാശമുണ്ട് എന്ന് സഭ മക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, അത് മാമോദിസ മുങ്ങിയ ആളായാലും മാമോദിസ മുങ്ങാത്ത ആളാണെങ്കിലും ഒരു കാര്യം അറിയണം. യേശുവിനെ അറിഞ്ഞാൽ അപ്പോൾ തന്നെ യേശു നൽകുന്ന ദൗത്യമാണ് ഈ യേശുവിനെ കുറിച്ച് അടുത്ത വീടുകളിൽ പോയി പറയണം. ഈ യേശുവിനെ കുറിച്ച് അടുത്ത കൂട്ടുകാരോട് പറയണം. ഈ യേശുവിനെ കുറിച്ച് പറയാൻ യോജിക്കുന്ന ആളുകളെ ചേർന്ന് രണ്ടുപേരായി പുറപ്പെടണം. ഹല്ലേലൂയ. ആ സമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വ്യക്തി മാമോദിസ മുങ്ങിയ വ്യക്തിയാണോ? ആ വ്യക്തി യേശുവിനെ അറിഞ്ഞു, യേശുവിനെ കേട്ടു, യേശുവിന് അനുഭവം ഉണ്ടായി. വേഗം പട്ടണത്തിലേക്ക് ഓടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും അവൾക്ക് കിട്ടിയ കാര്യങ്ങൾ, അനുഭവങ്ങൾ, അഭിഷേകം അവൾ പറഞ്ഞു, പകർന്നു, പങ്കുവെച്ചു, സാക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഈ കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും വിശ്വാസത്തോടെ മാമോദിസ മുങ്ങിയ ആളാണെങ്കിലും ഒരുപക്ഷെ മാമോദിസ മുങ്ങാൻ സാഹചര്യം കിട്ടാത്ത ആളാണെങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വിശ്വാസത്തിന് കൃപ കർത്താവ് തന്നാൽ ഉടനെ നിങ്ങൾ യേശുവിന് സാക്ഷിയായി 10 പേരുടെ അടുത്ത് സുവിശേഷത്തെ എത്തിക്കണം. ഇതിനെക്കുറിച്ച് വീണ്ടും സഭ പ്രബോധനത്തിൽ 904-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. ഓരോ അപ്പനും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ അമ്മയ്ക്കും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ യുവാവിനും യുവതിക്കും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ കുട്ടികൾക്കും ഈ ധർമ്മമുണ്ട്. ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഠിപ്പിക്കുക. പ്രിയ ദൈവ പൈതലേ, ഈ ഒരു ദൗത്യം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഗൗരവത്തിൽ വിശകലനം നടത്തണം, ജോലി ചെയ്യണം, ശമ്പളം വാങ്ങിക്കണം, കുടുംബം നോക്കണം, ഇടവക നോക്കണം. അതോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ദൗത്യമാണ് വിശ്വാസം പഠിപ്പിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. 905-ാമത്തെ ഖണ്ഡിക വചനം പഠിപ്പിക്കുകയാണ്.
നാം നല്ല ജീവിതം വഴി ദൈവത്തിന് മഹത്വം കൊടുക്കണം, സാക്ഷ്യപ്പെടുത്തണം. സ്വഭാവം വഴി സാക്ഷ്യപ്പെടുത്തണം. നല്ല മാതൃക വഴി വചനം മുഴുവൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സഭ പഠിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഈ ജീവിത സാക്ഷ്യം പ്രേക്ഷിത ധർമ്മത്തിൻ്റെ ഏക ഘടകമല്ല. യഥാർത്ഥ പ്രേക്ഷിതൻ അവിശ്വാസികളോടോ വിശ്വാസികളോടോ വചനം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നല്ല ജീവിതം നയിക്കുന്നുണ്ട്, സാക്ഷ്യമുള്ള ജീവിതമാണ്, മാതൃകയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നീ വചനം വഴി, വാക്ക് വഴി നിൻ്റെ ഉള്ളിൽ കിട്ടിയ അനുഭവങ്ങൾ പറയണം, നിൻ്റെ ഉള്ളിൽ കിട്ടിയ അഭിഷേകങ്ങൾ പറയണം, നിൻ്റെ ഉള്ളിൽ കിട്ടിയ വചനം പറയണം. വചനം വഴി ഓരോ വിശ്വാസികളോടോ അവിശ്വാസികളോടോ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് അൽമായർ, യുവതിയുവാക്കന്മാർ, കുട്ടികൾ യേശുവിനെ സാക്ഷിച്ച് വിശ്വാസം പകർന്ന് അനേകരെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഇങ്ങനെ പതിനായിരക്കണക്കിന് അൽമായരും യുവതിയുവാക്കന്മാര്, കുട്ടികൾ, സിസ്റ്റേഴ്സ്, ഐതികര് ദൈവവചനം പ്രഘോഷണത്തിനും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കുമായി ഉണർന്നൊരു കാലഘട്ടമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇരു കരങ്ങൾ ഉയർത്തി, കർത്താവേ എൻ്റെ കുടുംബത്തെ ഈ സുവിശേഷ വേലയിൽ അഭിവൃദ്ധിപ്പെടുത്തണമേ. 10 പേരോട് വചനം പ്രസംഗിക്കാൻ, 10 പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, കിട്ടിയ അനുഭവങ്ങൾ പറയാൻ, അത് ഏത് വീട്ടിൽ സമ്മേളിച്ചാലും ഏത് വാഹനത്തിൽ ഇരുന്നാലും ആരെ കണ്ടാലും ആ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാൻ ഒരു ഉണർവിൻ്റെ കൃപ, ഒരു ഉണർവിൻ്റെ ആത്മാവിനെ അയക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ പിതാവേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ അയക്കണമേ. സാക്ഷ്യത്തിന്റെ ആത്മാവിനെ അയക്കണമേ. ഉണർവിന്റെ ആത്മാവിനെ അയക്കണമേ. ആരാധന. അഭിഷേകം നിറയട്ടെ, പേടി മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മനയുപ്പ് മാറട്ടെ, ഉണർവ് നിറയട്ടെ, തീഷ്ണത നിറയട്ടെ, കൃപ നിറയട്ടെ, സാക്ഷിയായി മാറട്ടെ. ആരാധന യേശുവേ. ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, രാവിലെ വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. ഏതാണ് സഫലമാകുക? ഇതോ അതോ അഥവാ രണ്ടുമോ നമുക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്.